പാകിസ്ഥാന്റെ മണ്ണിൽ നിഗൂഢതകൾക്ക് ഒരു കുറവുമില്ല. അജ്ഞാതർ നടത്തുന്ന വേട്ടയാടൽ ഒരു സിനിമയെപ്പോലും കടത്തിവെട്ടുന്ന രീതിയിൽ തുടരുകയാണ്. ഓരോ ദിവസവും പുതിയ കഥകളും സംശയങ്ങളും നിറഞ്ഞ രംഗങ്ങൾ. ഇപ്പോഴിതാ ഈ ദുരൂഹതയുടെ ചുരുളഴിയുന്നതിന് മുൻപ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി പുറത്തു വന്നു. ഇന്ത്യ വിരുദ്ധ ഭീകരതയുടെ ആസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന്റെ വലം കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുതിർന്ന കമാൻഡർ മൗലാന സൽമാൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പാക് മണ്ണിൽ അരങ്ങേറുന്ന ഓപ്പറേഷനുകളുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണിത്. ബഹാവൽപൂരിൽ വെച്ച് ഒരു വാഹനം ഇടിച്ചാണ് സൽമാൻ അസർ മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ അപകടമായി തോന്നിയേക്കാം. പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഇടിച്ച വാഹനമോ വാഹനത്തിന്റെ ഡ്രൈവറെയോ കണ്ടെത്താൻ സാധിച്ചില്ല. അജ്ഞാത വാഹനം ഇടിച്ചുള്ള സ്വാഭാവിക മരണമെന്ന പോലീസ് റിപ്പോർട്ട് ഒട്ടുമിക്കവരെയും ചിരിപ്പിക്കുന്നുണ്ടാകാം. കാരണം ഇത് വെറും ഒരു അപകടമല്ലെന്ന് പാകിസ്ഥാനിലെ മുക്കിലും മൂലയിലും അടക്കം പറച്ചിലുണ്ട്. കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ തലപ്പത്ത് ഒരു സ്വാധീന ശക്തിയായിരുന്നു സൽമാൻ അസർ. സംഘടനയിലേക്ക് പുതിയ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അവർക്ക് പരിശീലനം നൽകുന്നതിലും നേതൃത്വം നൽകിയിരുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെറും കമാൻഡർ എന്നതിലുപരി ജെയ്ഷെ മുഹമ്മദിന്റെ ഭാവി വാഗ്ദാനങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാളായിരുന്നു സൽമാൻ. ഈ മരണം ജെയ്ഷെ ക്യാമ്പുകളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അവരുടെ സുരക്ഷിത താവളമെന്ന് കരുതുന്ന ബഹാവൽപൂരിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം നടന്നത് ശത്രുക്കൾ തങ്ങളുടെ പിന്നാലെ തന്നെയുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാകിസ്ഥാനിൽ സമാനമായ നിരവധി അപകടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധ ഭീകരരെ ഓരോരുത്തരെയായി നിഴൽ യുദ്ധത്തിലൂടെ ഇല്ലാതാക്കുന്ന ഈ തരംഗം ശരിക്കും ആരാണ് നടത്തുന്നത് എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. തോക്കുധാരികളായ അജ്ഞാതർ നടത്തുന്ന കൊലപാതകങ്ങൾ പലപ്പോഴും ഒരു കുറ്റാന്വേഷണ നോവലിനെ ഓർമ്മിപ്പിക്കും. സൽമാൻ അസറിന്റെ കാര്യത്തിൽ വാഹനം കൊലയാളിയായി മാറിയെന്നതാണ് വ്യത്യാസം. ഇന്ത്യൻ ഏജൻസികളാണോ അതോ പാകിസ്ഥാനിലെ തന്നെ ചില അണിയറ നീക്കങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന് ആർക്കും ഉറപ്പില്ല. എന്തായാലും ഇന്ത്യ തിരയുന്ന ഇത്തരത്തിലുള്ള ഭീകരരെയെല്ലാം ഇപ്പോൾ അജ്ഞാതർ കൊലപ്പെടുത്തുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഏതാനും വർഷങ്ങളായി ഇത് തുടർന്നു വരുന്ന സംഭവങ്ങളായി മാറുകയാണ്. ഏത് ആൾക്കൂട്ടത്തിനിടയിലും പോയി ഇവരെ തീർക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ പിന്തുടർന്നു വരുന്നത്. ഒരു സംശയത്തിനും ഇട നൽകാതെ പെട്ടെന്ന് തന്നെ ആ കൊലയാളി രക്ഷപ്പെടുകയാണ്. ഒരു സൈക്കിളിൽ പോലും കൊലയാളി വന്നെത്തി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു.